ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സജാസ് ഫുഡ് കോർട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കടലപ്പരിപ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി ടീ സ്നാക്സുമായിട്ടാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതെൻ്റെ ഇത്താത്തൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ ഈ അപ്പം നന്നായിട്ട് വരാനുള്ള ടിപ്സൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ റെസിപ്പിയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്തേക്ക്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിനായി വേണ്ടത് നമുക്കൊരു 250 ഗ്രാം കടലപ്പരിപ്പാണ്. ഇത് ഏകദേശം ഒരു 1.25 കപ്പ് ഉണ്ടാവും. ഇത് 2.5 മണിക്കൂർ കുതിർത്തി വെച്ച് നന്നായി കഴുകിയെടുത്ത് വെള്ളം വാലാൻ വെക്കണം. ഇനി വേണ്ടത് 5 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. പിന്നെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ്, 2 ഏലക്കായി, 1.25 കപ്പ് പഞ്ചസാര. ഇനി നമുക്കൊരു ജാർ എടുത്ത് അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും വെള്ളം ഉണ്ടാവരുത്, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. 5 മുട്ടയാണ് കേട്ടോ ഇതിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് 2 ഏലക്കായി ചേർത്ത് കൊടുക്കാം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം. ഒട്ടും വെള്ളം ചേർക്കരുത്, അല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. കട്ടയില്ലാതെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. ഇനി അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ രാവിലെ ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഇത് രാത്രി തന്നെ അരച്ച് വെക്കണം. അതായത് ഒരു വൈകുന്നേരമാണ് ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഇത് രാവിലെ അരച്ച് വെക്കണം. ഇതാണ് ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്കിത് രാത്രിയാണ് ഇപ്പോൾ ഒരു 10 മണിയായിട്ട് അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇത് അടിച്ച് വെച്ച് നമുക്ക് പിറ്റേന്ന് രാവിലെ നോക്കാം. ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് എത്ര അപ്പം കിട്ടുമെന്ന് നമുക്ക് എങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. ഈ കുറച്ച് ബാറ്റർ കൊണ്ട് ഒരുപാട് അപ്പം കിട്ടും കേട്ടോ. ഞാൻ ഇത് ചുട്ടെടുത്ത ശേഷം അവസാനം പറയാം എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി ഇതിലേക്ക് വേണ്ട മുട്ടയുടെ സ്മെല്ലൊന്ന് കളയാൻ വേണ്ടി ഞാൻ കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വനില എസൻസിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഗീയാണ് തടവി കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഗീയുടെ മണമാണ് ഇതിന് കുറച്ചും കൂടി നല്ലതായി തോന്നിയിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ, കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇത് ഡബിൾ സൈസായിട്ട് വരും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ബാറ്റർ ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. ഇത് ചുട്ടെടുക്കാൻ വളരെ കുറഞ്ഞ സമയം വേണ്ടു. നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ അപ്പച്ചമ്പിയിൽ വെച്ച് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ വേണ്ടു ഇത് വേകാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ അപ്പം റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 7 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ സൈസായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ബാറ്റർ വെച്ചിട്ട് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ അപ്പം കൂടെ നമുക്ക് ചുട്ടെടുക്കാം. എനിക്ക് ഈ ബാറ്റർ വെച്ചിട്ട് ഒരു 48 അപ്പം കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നിന്ന് നമുക്ക് ഈ അപ്പം കഴിക്കാൻ കഴിയും. നമ്മളപ്പം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് അതിൽ അപ്പം നിരത്തി വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് ആ ഗീന മണമൊക്കെ ചേർന്ന് അപ്പം ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. വേവിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മതിയാവും. ഇനി അപ്പം ഇത് കഴിച്ച് കഴിയുന്നില്ലെങ്കിൽ ബാക്കി വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമൂസ വെക്കും പോലെ ഒരു ഷീറ്റ് വിരിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ പുറത്ത് വെച്ച് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഇതേ ടേസ്റ്റോടെ തന്നെ നമുക്ക് അപ്പം കഴിക്കാൻ കഴിയും. ഇത് നമുക്ക് അപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കാം. നല്ല സോഫ്റ്റ്, നല്ല പൂ പോലെയുള്ള സ്പോഞ്ച് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു അടിപൊളി റെസിപ്പി വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.